നമസ്കാരം. മുങ്ങുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മുങ്ങും എന്നാരും വിചാരിക്കേണ്ട. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു പത്മകുമാറിനെയും അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരു മുരാരി ബാബുവിനെ എല്ലാം അങ്ങോട്ട് മുക്കിയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഞെളിഞ്ഞു നിന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ വലിയ ഹരിശ്ചന്ദ്രന്മാരായിട്ട് നിൽക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഇതെൻ്റെ വാക്കുകളല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SIT ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാർ, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ പത്മകുമാർ SITക്ക് വളരെ നിർണായകമായ മൊഴി അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2 കേസിലും തുല്യം സൂക്ഷം ഒന്നാം പ്രതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തിയ ആളാരാ എന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ എന്നാണ് ഇപ്പോൾ SITയോട് നമ്മുടെ പത്മകുമാർ ചോദിച്ചിരിക്കുന്നതേ. ആരാ നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് എന്ന് SIT ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഞെട്ടുന്ന തരത്തിൽ പത്മകുമാർ ഒരു ഉത്തരവോട് പറഞ്ഞു. അതായത് കടകംപള്ളി സുരേന്ദ്രനും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, പോറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ശബരിമല സന്നിധാനത്തിൽ പോറ്റിക്ക് താങ്ങും തണലുമായിട്ട് നിന്നത് കണ്ഠരര് രാജീവര് എന്ന തന്ത്രി തന്നെ. അതായത് ശബരിമലയുടെ തന്ത്രമുള്ളത് താഴമൺ കുടുംബത്തിനാണേ. ആ താഴമൺ കുടുംബത്തിലെ ഇപ്പോൾ ഉള്ള ശബരിമലയിലെ മുതിർന്ന തന്ത്രി എന്ന് പറയുന്നത് കണ്ഠരര് രാജീവര് തന്നെയാണ്. ഈ കണ്ഠരര് രാജീവരാണ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. 2019 താൻ അവിടെ ദേവസ്വം പ്രസിഡന്റായിട്ട് ചെല്ലുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട്. ഈ അവതാരം എന്ന് തന്നെയാണ് ഈ പത്മകുമാർ പറഞ്ഞതേ, ഉണ്ണികൃഷ്ണൻ പോറ്റി വിശേഷിപ്പിച്ചത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയപ്പോഴല്ല മല കയറി സന്നിധാനത്തേക്ക് എത്തിയത് എന്ന് തന്നെയാണ് പത്മകുമാർ SITയോട് വെളിപ്പെടുത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പത്മകുമാർ SITക്ക് വെളിപ്പെടുത്തിയത്. അതായത് ഇന്നലെ ആണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ മേടിച്ചത് SIT. ഇന്നിപ്പോൾ വിജിലൻസ് കോടതിയിൽ കൊല്ലത്ത് ഹാജരാക്കുകയും ചെയ്തു. അതിനിടയിൽ കിട്ടിയ ഈ ചോദ്യം ചെയ്യലിൽ അതിനിർണായകമായ ചില വിവരങ്ങളാണ് പത്മകുമാർ പറഞ്ഞത്. മുങ്ങുകയാണെങ്കിൽ സൂക്ഷിച്ച് ഞാൻ ഒറ്റയ്ക്ക് മുങ്ങും എന്ന് ആരും വിചാരിക്കേണ്ട, എന്നെ ബലിയാടാക്കിയിട്ട് മേലാളന്മാരൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്ന് വിചാരിക്കേണ്ട എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതുപോലെ തന്നെ തന്ത്രിക്കും ഒക്കെ എതിരായിട്ട് ഈ പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തന്ത്രിക്കും എതിരെ മൊഴി നൽകുക എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധവും പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അത് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞേക്കണേ, ഞാൻ ഈ ദേവസ്വം ബോർഡിൽ ഒരു കാര്യവും അറിയാറില്ല. ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കസേര കിട്ടി, ആ കസേരയിലൊന്ന് ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞു, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു എന്നൊക്കെ അല്ലാതെ വല്ലപ്പോഴും അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പോൾ ഞാൻ പോകും, വെടിക്കെട്ടൊക്കെ കാണാൻ പോകും, ആനയെ കാണുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അമ്പലത്തിലെ പായസം കഴിക്കുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ അല്ലാതെ ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൽ എന്ത് നടക്കണു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡുകളിലൊക്കെ എന്ത് നടക്കണു എന്നുള്ളത് ഞാൻ അന്വേഷിക്കാറേ ഇല്ല. അതെൻ്റെ ജോലിയല്ല. ഞാൻ അവിടെ ഇരിക്കും. ശിവശിവ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം വൈരുദ്ധ്യാത്മക ഭൗതികവാദ സിദ്ധാന്തത്തിലൊക്കെ ഉറച്ച് ഇങ്ങനെ അരിവാളും ചുവന്ന കൊടിയൊക്കെ പിടിച്ച് മുന്നോട്ട് പോണവർക്ക് ഇങ്ങനെ ശിവശിവ ഒന്നും പറയാൻ പറ്റുമല്ലോ. പക്ഷേ ഇപ്പോൾ ശിവ എന്ന് പല പ്രാവശ്യം ജപിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് കേൾക്കണേ. കാരണം ഈ പത്മകുമാർ ഇനി എന്തൊക്കെ വിളിച്ച് പറയുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും പറയാവുന്ന ചില കാര്യങ്ങളൊക്കെ പത്മകുമാർ ഒന്ന് പൊട്ടിച്ചു. സാധാരണ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സാമ്പിൾ വെടിക്കെട്ട് അങ്ങ് വയ്ക്കുമല്ലോ. ഇന്നതാണ് വരാൻ പോണത് എന്നുള്ള ആ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ സാമ്പിൾ കാണുമ്പോൾ തന്നെ ജനത്തിനറിയാം ഇനി വരാൻ പോണ വെടിക്കെട്ട് എങ്ങനെ ഉണ്ടാവും, എത്ര കണ്ട് ശേലമായിരിക്കും എന്നുള്ളതൊക്കെ. അതുപോലെ നല്ല ശേലമായിട്ടൊരു സാമ്പിൾ വെടിക്കെട്ട് ഇപ്പോൾ പത്മകുമാർ നടത്തിയിരിക്കണു. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരെ എത്തിയിരിക്കണു. ഇനി കടകംപള്ളി സുരേന്ദ്രൻ്റെ മുകളിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അടുത്ത വെടിക്കെട്ടിൽ വയ്ക്കും. തീർച്ചയായിട്ടും കമ്പക്കെട്ടിന് തിരി കൊടുത്താൻ പോണതേ ഉള്ളൂ. എന്തായാലും ഉറപ്പായും ഒരു കാര്യം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു പത്മകുമാർ, ഈ സാമ്പിൾ വെടിക്കെട്ടിനോടുകൂടി CPMൻ്റെ അകത്തളങ്ങളിൽ ചില പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാകും. അതായത് 1 കിലോമീറ്റർ അകലെ വരെ നമ്മുടെ കഴിഞ്ഞ ദിവസം ദില്ലിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൻ്റെ പ്രത്യാഘാതം കൊണ്ട് പ്രകമ്പനം കൊണ്ട് 1 കിലോമീറ്റർ അകലെ വരെയുള്ള ചില കെട്ടിടങ്ങളുടെ ചില്ലുപാടികളൊക്കെ തകർന്നു എന്ന് പറയുന്നത് പോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചും നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും മേൽശാന്തിയെയും കുറിച്ചും തന്ത്രിയെക്കുറിച്ചും ഒക്കെ കടകംപള്ളി സുരേന്ദ്രനെ വളരെ അക്കമിട്ട് അടയാളപ്പെടുത്തി നമ്മുടെ പത്മകുമാർ ചില സാമ്പിൾ വെടിക്കെട്ട് അങ്ങ് വച്ചു കഴിഞ്ഞപ്പോൾ CPMൻ്റെ AKG സെൻറ്ററിലെ ചില്ലുജാലകങ്ങൾ വരെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ചില പ്രകമ്പനങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്തായാലും കൃത്യമായി തന്നെ സാമ്പിൾ വെടിക്കെട്ട് വച്ചിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ ഉള്ള SIT അറസ്റ്റ് ചെയ്ത ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട്.
ഇത് എന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരത്തെ പരിചയപ്പെടുത്തുന്നത് തന്ത്രിയാണ്. കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ബന്ധം എനിക്കറിയാം. 2019 ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായി ഞാൻ ശബരിമല സന്നിധാനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. തന്ത്രിയുടെ കയ്യാളായി എല്ലാ കാര്യത്തിലും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന തന്ത്രി കുടുംബത്തിലൊരു അംഗം എന്ന പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ എല്ലാ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ SITക്ക് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. കൂടാതെ ഞെട്ടിക്കുന്ന മറ്റു വിവരങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ ബംഗളൂരുവിലുള്ള ജലഹള്ളി അമ്പലത്തിൽ, അയ്യപ്പൻ്റെ അമ്പലത്തിൽ മേൽശാന്തിയായിരുന്നല്ലോ. ഈ അമ്പലത്തിൻ്റെ തന്ത്രം, അതായത് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തന്ത്രം താഴ്മൺ കുടുംബത്തിന് തന്നെയാണേ. അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ശബരിമല തന്ത്രിയായ കണ്ഠരര് മോഹനര് ശബരിമലയിൽ നിന്ന് അടിച്ചുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികളെല്ലാം വിറ്റ് ഉരുക്കി ഉടച്ച് കാശാക്കിയ ആള് എന്ന് പറയുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളുടെ ബെല്ലാരിയിലുള്ള ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഭദ്രദീപം കൊളുത്താൻ പോയത് ശബരിമല തന്ത്രിയായ കണ്ഠരര് മോഹനരാണ് എന്നുള്ള അതീവ ഗുരുതരമായ നിർണായകമായ മറ്റു പല വെളിപ്പെടുത്തലുകളും SITക്ക് ഇപ്പോൾ നമ്മുടെ പത്മകുമാർ നൽകിയിട്ടുണ്ട്. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും സ്വർണ്ണ കട്ടിളപ്പടിയുമെല്ലാം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടു ചെല്ലുന്നു. അവിടെ വച്ച് ഇതിൽ സ്വർണ്ണമെല്ലാം ഉരുക്കി ഉടച്ച് വാർത്ത് മറ്റു രൂപങ്ങളാക്കി വിറ്റ് കാശാക്കിയതിൻ്റെ പ്രധാന ആള് എന്ന് പറയുന്നത് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ ജുവല്ലറി ഉടമയാണ്. ഈ ജുവല്ലറി ഉടമയുടെ ഒരു ജുവല്ലറി ഉദ്ഘാടനത്തിന് വേണ്ടി ഭദ്രദീപം കൊളുത്താൻ വേണ്ടി ശബരിമല താഴമൺ തന്ത്രി കുടുംബത്തിലെ കണ്ഠരര് മോഹനര് പോയിട്ടുണ്ടായിരുന്നു. കണ്ഠരര് മോഹനരുമായിട്ടും കണ്ഠരര് രാജീവരുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണ്ടേ ബന്ധങ്ങളുള്ളതാണ്. കൂടാതെ ഇവരൊരുമിച്ച് പല യാത്രകളും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ നമ്മുടെ പത്മകുമാർ SITക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുമ്പോൾ ഇനി ഈ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് പോറ്റിക്കും കടകംപള്ളി സുരേന്ദ്രനും അങ്ങനെയുള്ള ആളുകൾക്ക് തന്ത്രിക്കുമൊക്കെ ഇപ്പോൾ ശിഷ്ടകാലം സുഖമായിട്ട് ഒരു അല്ലലും അലട്ടലും കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നോ കിടന്നോ ഒക്കെ നേരം കഴിക്കാം. പക്ഷേ മുൻപിൽ ഒരു അഴിക്കൂടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 3-4 ഇരുമ്പിൻ്റെ കമ്പി കൊണ്ടുള്ള ഒരു അഴിയുടെ കൂട്ടി പോയി കിടക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയണത് കേൾക്കണത്. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഈ കേസിൽ മുങ്ങാൻ പോണില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പത്മകുമാർ SITക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കടകംപള്ളിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കൊടുത്തിരിക്കുന്ന സാമ്പിൾ വെടിക്കെട്ട് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പത്മകുമാറിനെ ശബരിമലയിലെ യുവതീ പ്രവേശത്തോടനുബന്ധിച്ച് പത്മകുമാർ ചില അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളാരും ശബരിമലയിലേക്ക് ഇനിയിപ്പോൾ യുവതികളെ പ്രവേശിച്ചാലും വരില്ല, കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളാരും ശബരിമലയിലേക്ക് ദർശനത്തിന് വരില്ല എന്ന് പത്മകുമാർ പറഞ്ഞത് നവോത്ഥാന പ്രസ്ഥാനത്തിന് കൊടിയും പൊക്കിപ്പിടിച്ച് ആഗോള അയ്യപ്പ പ്രസക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്നേ നവോത്ഥാനം അതിൽ കെട്ടി പ്രതികരിച്ച പിണറായി വിജയൻ്റെ കരണത്ത് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ തന്നെ പറയുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളാരും ശബരിമലയിലേക്ക് പോകില്ല, നവോത്ഥാനം ഉണ്ടാക്കിയാലും. അത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന് വലിയ സങ്കടമായി, കലിപ്പായി, ദേഷ്യമായി. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി കൂട്ടുനിന്ന N വാസുവിനെ അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പിടിച്ച് പ്രസിഡന്റിൻ്റെ കസേരയിൽ ഇരുത്തി പത്മകുമാറിനെ അവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടി പുറത്താക്കി. അത് തന്നെ ഉണ്ടായത്. ഇതിൻ്റെ കലിപ്പെല്ലാം പത്മകുമാറിനുണ്ടായിരുന്നു. എന്നാൽ ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കാണാണ്ട് പോയിട്ടുണ്ട്. UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ഏതാണ്ട് 33 കിലോഗ്രാം, അതായത് സ്വിറ്റ്സർലൻഡിലാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്വർണം കിട്ടുന്നതെന്നാണ് പറയണത്. അവിടെ നിന്നിട്ട് തനി തങ്കത്തിലുള്ള 24 ക്യാരറ്റുള്ള ഈ സ്വർണം 33 കിലോൻ്റെ അടുത്താണ് ശബരിമലയിൽ ഇറക്കി കൊടുത്തത് മല്യ. അങ്ങനെ 1900 കിലോ ചെമ്പും 33 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് നടത്തിയ സ്വർണ്ണ നിർമ്മിതികളൊക്കെ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് അടർത്തി പൊളിച്ചെടുത്ത് ഈ തെങ്ങിൻ പൂക്കിൽ അടർത്തിക്കൊണ്ട് പോകണമല്ലോ ശബരിമലയിൽ നിന്ന് ഇതൊക്കെ അടർത്തിക്കൊണ്ട് പോയിരിക്കണു, അടിച്ചു മാറ്റി വിറ്റിയിരിക്കണു എന്നുള്ള ഒരു വിവരം പുറത്തു വരുമ്പോൾ അതാത് കാലത്ത് ദേവസ്വം ഭരിച്ചിരുന്ന ആളുകൾ 2018-ലും 2019-ലും എല്ലാം ദേവസ്വം വകുപ്പ് കൈയാളിയിരുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും എല്ലാം അകത്തേക്ക് പോണു എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ SIT പത്മകുമാറിനെ ചോദ്യം ചെയ്ത് ഒരു പത്മകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ മാത്രം ഈ കേസിൽ ശിക്ഷിച്ച് അതിന് മുകളിലുള്ള ആളുകളെയൊക്കെ അങ്ങനെ വിലസി നടക്കാം, അല്ലെങ്കിൽ അവരെയൊക്കെ സംരക്ഷിച്ച് മാറ്റി നിർത്താം എന്ന് CPMൻ്റെ അപ്പോസ്തലന്മാർ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല, അത് നടക്കില്ല. ഞാൻ കൃത്യം കാര്യങ്ങളെല്ലാം പറയും എന്ന് പറഞ്ഞുകൊണ്ട് പത്മകുമാർ ഇപ്പോൾ ഒരു സാമ്പിൾ വെടിക്കെട്ട് വെച്ചിട്ടുണ്ട്. ആ വെടിക്കെട്ട് ക്ലിഫ് ഹൗസിൻ്റെ ചില്ലും തകർത്തിട്ടുണ്ട്, AKG സെൻറ്ററിൻ്റെ ചില്ലും തകർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കണേ. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബന്ധമുണ്ട്, ശബരിമല തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട്. ബെല്ലാരിയിൽ ഉള്ള ബെല്ലാരി രാജ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതിയെല്ലാം ഉടച്ച് ഉരുക്കി വിറ്റ് എന്ന് പറയുന്ന ഗോവർദ്ധൻ്റെ ജുവല്ലറിയിലേക്കും ഈ തന്ത്രിമാർ ഉദ്ഘാടനത്തിന് വേണ്ടി പോയിട്ടുണ്ട് എന്നൊക്കെ അതീവ ഗുരുതരമായ
കാര്യങ്ങൾ പത്മകുമാർ SITക്ക് മുമ്പിൽ നൽകുമ്പോൾ നമ്മൾ വാർത്താമാധ്യമങ്ങൾക്ക് കിട്ടാത്ത, ഇതുവരെ പുറത്തു വരാത്ത ഗുരുതരമായ മറ്റു പല വിവരങ്ങൾ കൂടി പത്മകുമാർ കൈമാറിയിട്ടുണ്ട്. അതായത് ഞാൻ പോകുമ്പോൾ നിങ്ങളെയും കൊണ്ടേ പോകൂ, അതായത് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയുടെയും പിണറായി വിജയൻ്റെയും നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെയും ശബരിമല തന്ത്രിയായ കണ്ഠരര് രാജീവിൻ്റെയും എല്ലാം കണ്ടകശനിയായി ഇപ്പോൾ നമ്മുടെ പത്മകുമാറിന് അറിയപ്പെടുന്നു. കൊണ്ടേ പോകൂ എന്നുള്ള മട്ടിൽ തന്നെ നിൽക്കുന്നു. എന്തായാലും ഇനി നാളെ എന്താ ഈ കാര്യത്തിൽ സംഭവിക്കാൻ പോകണ, SIT ഇനി കടകംപള്ളിയിലേക്ക് ചെല്ലുമോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളിലേക്കൊക്കെ ചെല്ലുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ വരാം. ആയിക്കോട്ടെ, നമസ്കാരം.